ദൈവസന്നിധിയിൽ സമയം നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ ദൈവം സഹായിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മളോട് നല്ല വചനത്തിൽ കൂടെ സംസാരിക്കുന്നതോട് ദൈവം എന്ത് കൽപ്പിച്ചാലും അത് നമ്മൾ അനുസരിക്കാൻ തയ്യാറായിരിക്കും. ദൈവവചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവർ വീരന്മാരാണ്, വീരന്മാരുടെ പട്ടികയിൽ ദൈവവചനം അനുസരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ വീരന്മാർ ആളുകൾ. നമ്മൾ അനുസരിക്കാൻ തയ്യാറായ വീരന്മാരുടെ കൂട്ടത്തിൽ ദൈവം നമ്മുടെ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ക്ലാസ് എടുത്തതായുള്ള വിഷയങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഞാൻ ആ വിഷയത്തിലേക്ക് ഇന്ന് വരുവാനായിട്ടാണ് സമയം എടുക്കുന്നത്. എന്നാലൊരു ഭാഗം എടുത്ത് അതോടനുബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെയും പറഞ്ഞു തന്നെ മുൻപോട്ട് പോകുവാനായിട്ട് അത് താല്പര്യപ്പെടുകയാണ്. ഒരു കുറിവാക്യമായിട്ട് വായിക്കുവാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ പത്രോസ് എഴുതിയതായിട്ടുള്ള 2-ാം ലേഖനത്തിൻ്റെ 1-ാമത്തെ വാക്യം. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോസ്തലനായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും വിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനായ ശിമോൻ പത്രോസ് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. പ്രഷ്യസ് ഫെയ്ത്ത്, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. ഹല്ലേലൂയ. പ്രഷ്യസ് ഫെയ്ത്ത്. പത്രോസ് എന്ന് പറയുന്നതായുള്ള വ്യക്തിയെക്കുറിച്ച് മുഖപരിയായിട്ട് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുക. പത്രോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. ആ പദത്തിന്റെ അർത്ഥം പാറ എന്നാണ്. എന്നാൽ പത്രോസിന് നേരത്തെ ഒരു പേരുണ്ടായിരുന്നു, ശീമോൻ എന്നാണ്. ആ പേരിന് ഒരു അർത്ഥമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ മണൽ എന്നാണ്. മണലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈകളിലൊക്കെ അതല്പം വാരിയെടുത്താൽ എവിടെയെങ്കിലും ഓട്ടയുണ്ടെങ്കിൽ അതിൽ കൂടെ ഇങ്ങനെ തൂങ്ങി പോകുന്നതായിട്ടുള്ള അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ആളിനെ പാറ എന്ന് പറയുമ്പോൾ ഉറപ്പ് ഉള്ളതായിട്ടുള്ള സ്ഥാനത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ മണലായിരുന്നതായിട്ടുള്ള ശീമോനായിരുന്നതായിട്ടുള്ള ആളിനെ കർത്താവായ യേശുക്രിസ്തു അതെ അവനുമായിട്ട് കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവനൊരു പാറയായി അതെ തീർന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. പത്രോസ് ഒരു പാറയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പത്രോസ്. തിബരിയോസ് കടൽക്കരയിൽ വെച്ച് വലിയൊരു പെരുത്ത മീൻകൂട്ടത്തിന്റെ ദർശനം കാണിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അത്ഭുതം കണ്ട് അതിൽ കൂടിയാണ് ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. എന്നാൽ പിന്മാറ്റത്തിലൊക്കെ പോയി, പാറയായിട്ടൊക്കെ അവനെ ആക്കിയെങ്കിലും പക്ഷേ അവൻ പിന്മാറ്റത്തിലൊക്കെ പോയി. പക്ഷേ അതേപോലെ തന്നെ അത് തന്നെയുള്ള അതേ സ്ഥാനത്ത് തന്നെ അതുപോലുള്ള ഒരു അത്ഭുതം തന്നെ കാണിച്ചുകൊണ്ട് വീണ്ടും അവനെ കർത്താവ് ഉറപ്പിച്ചതായിട്ട് നമ്മൾ ദൈവത്തിനും പഠിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അർത്ഥഗഹനമായിട്ടുള്ള ഒരു 2 ലേഖനങ്ങളാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലേഖനം വായിക്കുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ ഏറ്റവും ആനന്ദം തരുന്നതായിട്ടുള്ള സംഗതികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്റെ ലേഖനത്തിൽ പ്രത്യേകമായിട്ട് ഹല്ലേലൂയ താൻ വിലയേറിയതായിട്ടുള്ള വിശ്വാസം ലഭിച്ചവർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിലയേറിയതായിട്ടുള്ള വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് പല കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ നല്ലൊരു നിർവചനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്നാലെന്തോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ പലർക്കും നമുക്ക് നിർവചനമായിട്ട് പറയാനായിട്ടുണ്ട്. ചിലരോട് ചോദിച്ചാൽ ഹല്ലേലൂയ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ രക്ഷിക്കുന്നു എന്നൊക്കെയും പറയാറുണ്ട്. അതെ, നമുക്കൊക്കെ പ്രത്യേകമായിട്ട് അവരവർക്കൊക്കെ ഓരോ വിശ്വാസമുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ വലിയതായിട്ടുള്ള വിശ്വാസം എന്താകുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ ഈ ദൈവവചനത്തിൽ പത്രോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വിലയേറിയതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അതേ ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മറ്റേ നമ്മൾ പറയുന്നതായിട്ടുള്ള പലത്തിലുള്ള വിശ്വാസങ്ങളിലൊക്കെയും തന്നെ ദൈവവചനം പറയുന്നത് ഹല്ലേലൂയ പിശാചുക്കൾ പോലും അങ്ങനെ
അതെ വിശ്വസിക്കുന്നുണ്ട്, അവർ വിറയ്ക്കുന്നുമുണ്ട് എന്ന് പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യത്തിലൊക്കെയും അതെ അവിടെ ഭൂതങ്ങൾ അതെ കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട്, അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ഭൂതങ്ങളും പിശാചുക്കളും വന്ന് വിറച്ചുകൊണ്ട് ഇവൻ ദൈവപുത്രനാണെന്ന് അത് ഏറ്റുപറയുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസം പിശാചുക്കൾക്ക് പോലും ഉണ്ട്. എന്നാൽ ദൈവപൈതലിന്റെ ജീവിതത്തിലെ വിശ്വാസം അതല്ല. ഹല്ലേലൂയ. അതെ, അങ്ങനെയുള്ള വിശ്വാസം ലഭിച്ചവർക്ക് വേണ്ടിയാണ് അത് എഴുതുന്നത് എന്നാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം ജീവിതത്തിലെ അത്ഭുതങ്ങളൊക്കെയും കാണുന്നതായിട്ടുള്ള അവസരത്തിലാണ്. അതെ, നമുക്കറിയാമല്ലോ കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അനേകർ അവരിൽ വിശ്വസിച്ചു എന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നുണ്ട്. അതുപോലുള്ള അത്ഭുതങ്ങൾ കാണുമ്പോൾ അനേകർ അവനെ വിശ്വസിക്കുവാനായിട്ടിടയായി. കാനാവിലെ കല്യാണത്തിന് അദ്ദേഹം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്തപ്പോൾ അനേകർ വിശ്വസിക്കാനായിട്ടിടയായി. എന്നാൽ അവരുടെ വിശ്വാസമൊക്കെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇല്ലാതായി തീർന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിലെ വിശ്വാസം വിലയേറിയതായുള്ള വിശ്വാസമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ചില വിലയേറിയതായുള്ള വസ്തുക്കളുണ്ട്. എന്താണ് ഒന്നാമതായിട്ടുള്ള ഭാഗം? നമുക്ക് ഈ പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1-ാം അധ്യായത്തിന്റെ പ്രൈസ് ദി ലോർഡ് അതിന്റെ 18-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 1-ാം അധ്യായം 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഹല്ലേലൂയ. നമുക്കറിയാവുന്നതായിട്ടുള്ള വാക്യമാണ്. വ്യർത്ഥവും പാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ആടിന്റെ ഹല്ലേലൂയ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ദ ലാംബ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ വിലയേറിയതായിട്ടുള്ള രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടവനാണ് എന്നുള്ളതാണ് ഹല്ലേലൂയ നിന്റെ വിലയേറിയതായിട്ടുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ നിൽക്കുന്നതിന്റെ രഹസ്യം എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ആത്മീയമായി സന്തോഷിക്കുന്നതിന്റെ രഹസ്യം എന്താണ്? ഹല്ലേലൂയ. നമുക്ക് പറയുവാനായിട്ടുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് അത് ഞാൻ രക്ഷയെക്കുറിച്ച് പഠിപ്പിച്ചതായ ചോദ്യത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, വിശ്വസിക്കാം. ദൈവത്തിന്റെ രക്ഷണീയ പ്രവർത്തനമാണ് ദൈവജനം മുഴുവനുമായി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ തന്റെ സ്വന്തം സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചു. തന്റെ ജീവശ്വാസം മനസ്സിൽ ഊതി അതേ ആത്മാ ഉള്ളവനാക്കി തീർത്ത് അത് ജീവിക്കുന്ന ദേവിയായി മനുഷ്യനെ ഈ ഭൂമിയിലാക്കി. എന്നാൽ ദൈവത്തിന്റെ മനുഷ്യൻ അല്ലെങ്കിൽ നാം ഓരോരുത്തരും പാപം ചെയ്തതിന്റെ ഫലമായി ആ ദൈവത്തിന്റെ ആത്മാവാകുന്ന ആ നല്ല അംശം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതിന്റെ ഫലം എന്തുവാ? റോമാലേഖനത്തിൽ പറയുന്നത് പോലെ അതേ പാപത്തിന്റെ ഫലമായിട്ടുള്ള മരണത്തിന് നമ്മൾ അധീനരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം നമ്മളെ അങ്ങനെ തള്ളിക്കളയുന്നവനായിട്ടല്ല, പാപം ചെയ്തെങ്കിലും അതെ നമ്മളെ വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. അതിന് ദൈവം അതേ വെച്ചിരിക്കുന്നതായിട്ടുള്ള അതെ പദ്ധതികളാണ് പഴയ നിയമത്തിലൊക്കെ മുഴുവനായിട്ട് നമ്മൾ വായിക്കുന്നത്. പ്രത്യേകിച്ച് ന്യായപ്രമാണ പുസ്തകങ്ങളിലൊക്കെയും അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഹല്ലേലൂയ. എന്താണെന്ന് ചോദിച്ചാൽ ഒരുവന് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് പകരമായിട്ടൊരു ജീവൻ അർപ്പിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പകരത്തിന് പകരം എന്നുള്ളതാണ് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ. ഹല്ലേലൂയ. അതുകൊണ്ട് രക്തം ചൊരിഞ്ഞാൽ രക്തത്തിന് പകരം രക്തം. ഹല്ലേലൂയ. ജീവൻ നഷ്ടപ്പെട്ടാൽ ജീവന് പകരം ജീവൻ എന്നുള്ളതായിട്ടുള്ള ആ പകരത്തിന് പകരം എന്നുള്ള വ്യവസ്ഥയായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അതേ പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിലൊക്കെയും യാഗങ്ങളൊക്കെയും ക്രമീകരിച്ചത്. യാഗങ്ങൾ, യാഗമില്ലാത്ത മൃഗത്തെ, ഊനമില്ലാത്തതായിട്ടുള്ള മൃഗത്തെ, ഊനമില്ലാത്ത കരങ്ങൾ കൊണ്ട് യാഗം നടക്കണമെങ്കിൽ മാത്രമേ പാപത്തിൽ മരിച്ചതായ മനുഷ്യന് വീണ്ടെടുപ്പ് സാധ്യമാകത്തുള്ളൂ. എന്നാൽ ദൈവം വെച്ചിരുന്നതായിട്ടുള്ള വ്യവസ്ഥ നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ മുൻപിൽ ഒറ്റ ഒരു പദ്ധതിയേ ഉള്ളായിരുന്നു. എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ തന്റെ ഏകജാതനായിട്ടുള്ള പുത്രനാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി ഹല്ലേലൂയ അതേ അയച്ചു തരിക എന്ന് മാത്രമേ അവന്റെ അതെ അവന് ഒരു അവസാനമായി ശേഷിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് കർത്താവിനെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഭൂമിയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അവനെ കർത്താവിനെ കുറിച്ച് ദൈവവചനം പറയുന്നിടത്തെല്ലാം ഹല്ലേലൂയ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കുറ്റവും അവനെ കുറിച്ച് പറയുവാനായിട്ടില്ല. ഹല്ലേലൂയ. ഒരു കുറ്റവും അവനെ കുറിച്ച് പറയുവാനായിട്ടില്ല. ഹല്ലേലൂയ. അവൻ പാപമില്ലാത്തവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പീലാത്തോസ് പറയുന്നുണ്ട് ഇവനിൽ ഞാൻ ഒരു കുറ്റവും അതെ കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള അതേ ഒരു കുഞ്ഞാട് അറക്കപ്പെടണം. ഹല്ലേലൂയ.
അത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിതാ പോകുന്നു എന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഈ പാപമില്ലാത്തതായ ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ മനുഷ്യന് വീണ്ടെടുപ്പുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പത്രോസ് ഇവിടെ പറയുന്നത് വെള്ളി പൊന്ന് മുതലാകുന്ന ഈ ലോകത്തിൽ കളയുന്നതായിട്ടുള്ള വിലയേറിയ വസ്തുക്കൾ നിന്നെ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ കാൽവരിയിൽ ചൊരിഞ്ഞതായിട്ടുള്ള എന്റെ കർത്താവിന്റെ വിലയേറിയ രക്തം, വിലയേറിയ രക്തത്താൽ അതെ നീ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം അതാണ്. എന്റെ കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ള ആ വിലയേറിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുവാനായിട്ടുണ്ട്. എന്നാൽ ഞാൻ തുടർന്നും ദേവദാസന്മാർക്ക് വചനം ശുശ്രൂഷിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അധികം സമയം എടുക്കുകയല്ല. എന്നാൽ ഓർപ്പിക്കട്ടെ, എന്റെയും നിങ്ങളുടെയും പ്രധാനമായിട്ടുള്ള വലിയൊരുതായിട്ടുള്ള വിശ്വാസം എന്റെ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതലാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1972 ജൂലൈ മാസം 22-ാം തീയതി ഹല്ലേലൂയ അത് ഈ കർത്താവിന്റെ വലിയ രക്തത്താലുള്ള വീണ്ടെടുപ്പ് എന്റെ ജീവിതത്തിൽ സാധ്യതമാക്കി തീർക്കുവാൻ എനിക്ക് സാധ്യതമായി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുക. പല താഴ്ചകളും വീഴ്ചകളും വന്നെങ്കിലും കർത്താവിനെ അതെ ഉറപ്പിക്കുവാനായിട്ടിടയാക്കി. പത്രോസ് പറയുകയാണ് ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ വിലയേറിയ രക്തത്താൽ ചൊരിഞ്ഞതായ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. I am redeemed by the precious blood of my Lord. Hallelujah. രണ്ടാമതായിട്ട് അവന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുന്ന അവസരത്തില് 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 5 മുതൽ വാക്യങ്ങൾ വായിക്കാം. ഹല്ലേലൂയ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ കല്ലുകൾ എന്ന പോലെ വിശുദ്ധ പുരോഹിതവർഗമാകണം പണിയപ്പെടും. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിലിടുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലഭിച്ചു പോവുകയില്ല. ഇവിടെ പറയാണ്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഹല്ലേലൂയ. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല് അതേ സിയോനിൽ ഇടുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു മൂലക്കല്ല്. ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു ഉദ്ധരണി എടുത്ത് അതേ പറഞ്ഞിരിക്കുകയാണ്. 28-ാമത്തെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്.